നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തി വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. 2021 മൂന്നാറിൽ 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് പത്തനംതിട്ട സ്വദേശികളായ മറ്റു രണ്ടുപേരും മാത്യു കുഴൽനാടനും ചേർന്ന് വാങ്ങിയത്. എന്നാൽ ഈ ഭൂമി സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന വിലയേക്കാൾ കുറഞ്ഞ വില കാണിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങിയത്. ക്രമക്കേടുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ശരിയായ രീതിയിലുള്ള ചട്ടപ്പടി പ്രകാരമല്ല ഇടപാട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ ഈ ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രമവിരുദ്ധം തന്നെയാണ്. മാത്രമല്ല, ഈ ഭൂമിയെക്കുറിച്ച് ക്രമവിരുദ്ധമായ ഇടപാട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ റവന്യൂ വകുപ്പ് ഇതിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. CPM ഉന്നയിച്ചതുപോലെ മാത്യു കുഴൽനാടൻ ഈ ഭൂമി കയ്യേറിയതാണ് എന്നുള്ള ആരോപണം റവന്യൂ വകുപ്പും ശരിവെക്കുകയായിരുന്നു. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിന്മേലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. പിന്നീട് റവന്യൂ വകുപ്പ് മൂന്നാറിലെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം FIR തയ്യാറാക്കി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 13-ാം തീയതിയാണ് മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ 21 പ്രതികളാണ് ഈ കേസിലുള്ളത്. 16-ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. നടപടിക്രമങ്ങൾ പാലിച്ചല്ല മാത്യു കുഴൽനാടൻ മൂന്നാറിലെ സ്ഥലം വാങ്ങിയത്. ക്രയവിക്രയത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് ഈ കാര്യത്തിൽ മാത്യു കുഴൽനാടനെതിരെ ഉയർന്നു വന്ന ആരോപണം. സർക്കാരിന്റെ ഭൂമി അനധികൃതമായി മാത്യു കുഴൽനാടൻ കയ്യേറി എന്നുള്ള ആരോപണമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPM ആണ് ഈ കേസ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്ന് 1,78,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസ് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും സജീവമായി നിലനിർത്തിക്കൊണ്ടുപോകുന്നത് മാത്യു കുഴൽനാടൻ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രി പിണറായി വിജയനും സഭയ്ക്കുള്ളിൽ നേർക്ക് നേർ പോരാട്ടം നടത്തുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. വെറുതെ വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചൊഴിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേർക്ക് നേർ പറഞ്ഞു തീർക്കണം. വീട്ടിലിരിക്കുന്നവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചൊഴിക്കരുത്. എന്റെ കൈകൾ സംശുദ്ധമാണ്, അതുകൊണ്ട് എനിക്ക് മടിയിൽ കനമില്ല എന്നൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചത്. മാത്യു കുഴൽനാടനും വിട്ടുകൊടുത്തില്ല. അദ്ദേഹവും ഈ കാര്യത്തിൽ മുറുകെ തന്നെ പിടിച്ചിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഉയർത്തിയ ഗൗരവ സ്വഭാവം അതിനിൽ ഉപരിയായി തന്നെയാണ് മാത്യു കുഴൽനാടൻ മാസപ്പടി കേസുമായി മുന്നോട്ട് പോയത്. ഇതിലുള്ള പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് മാത്യു കുഴൽനാടനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പറയുന്നത്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. മുഖ്യമന്ത്രിയും CPM-ഉം ഭരണവിരുദ്ധ വികാരത്തിൽ നീറി നിൽക്കുമ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ CPM അടപടലം അടിപതറി നിൽക്കുന്നു. പരാജയ ഭീതി കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും MLA-മാർക്കുമെതിരെ പിണറായി വിജയൻ നിരന്തരം കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ ഇതിനെതിരെ മറുപടി നൽകിയത്. ഇത്തരം ഓലപ്പാമ്പ് കൊണ്ട് തന്നെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താമെന്നോ തന്റെ വായ അടപ്പിക്കാമെന്നോ പിണറായി വിജയൻ വിചാരിക്കേണ്ട. കേസിനെ നിയമപരമായി തന്നെ നേരിടും എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും എതിരെ വിജിലൻസ് അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നു. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദമായി അന്വേഷണം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിലും ED മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു. അതിനുവേണ്ടി ED മകന് നോട്ടീസ് അയച്ചു എന്നുള്ളതെല്ലാം മുൻപ് വാർത്തകളിൽ വന്നിരുന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റു വിശദീകരണങ്ങൾ എത്തിയിട്ടില്ല. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢ ആലോചന തന്നെയാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് UDF-ന്റെ നേതാക്കൾ നേരത്തെ തന്നെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചിന്തകൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സമനില തെറ്റിയിരിക്കുന്നു. ഈ സമനില തെറ്റിയതിന്റെ പേരിലാണ് പരാജയ ഭീതിയാൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കും MLA-മാർക്കുമെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത്. ഇതൊന്നും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കില്ല. ഈ കാര്യം നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ മറുപടി പറഞ്ഞിരുന്നതാണ്, പ്രതിരോധം തീർത്തിരുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ നടത്തുന്ന വില കുറഞ്ഞ നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. ഇതിന് ജനങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും വില കൊടുക്കും, തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ ജനങ്ങൾ ഇതിന് കൃത്യമായ മറുപടി പറയും എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന കേസിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു.